ഭഗവത്ഗീതയിൽ സ്വർഗത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോവുകയും കുറെ സന്തോഷങ്ങളൊക്കെ അനുഭവിക്കുകയും, ഫോർ എക്സാമ്പിൾ ഇസ്ലാമിലൊക്കെ പറയുന്ന പോലത്തെ ഹൂറികളും എല്ലാം, മദ്യവും ഹൂറിയും എല്ലാം അനുഭവിച്ചതിന് ശേഷം നമ്മൾ ചെയ്ത നല്ല പ്രവർത്തികളെല്ലാം അവസാനിക്കുമ്പോൾ വീണ്ടും നമ്മൾ ഭൂമിയിലേക്ക് തിരിച്ചയക്കപ്പെടുകയും, അതായത് പറയുന്നത് നമ്മളെ സ്വർഗത്തിൽ നിന്നും ജലം പോലെ നീരാവിയാക്കി മേഘങ്ങളിലോട്ട് തള്ളുകയും, മേഘങ്ങളിൽ നിന്നും മഴയായി ഭൂമിയിൽ പതിക്കുകയും, ഭൂമിയിൽ നിന്നും ചെടികളുടെ വേരുകളിലൂടെ ജലത്തോടൊപ്പം ആത്മാവ് ചെടികളിലെത്തുകയും, അത് മൃഗങ്ങളുടെ ശരീരത്തിലെത്തുകയും, മൃഗങ്ങളുടെ ശരീരം ഭക്ഷിക്കുന്ന മറ്റ് ജീവികളിലൂടെ അടുത്ത ലെവലിൽ പോവുകയും, അങ്ങനെ അതും അവസാനം മനുഷ്യനിലെത്തുകയും, മനുഷ്യനിൽ നിന്നും അതൊരു ബീജമായി മാറി അതൊരു മനുഷ്യക്കുട്ടിയായി വീണ്ടും പുനർജന്മം എടുക്കും. ആ രീതിയിൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വീണ്ടും വീണ്ടും പുനർജന്മങ്ങളെടുത്ത് വീണ്ടും ജീവിച്ച് സ്വർഗത്തിലോ നരകത്തിലോ പോയി ചെയ്ത പ്രവർത്തികൾക്കുള്ള ഫലം അനുഭവിച്ച് വീണ്ടും തിരിച്ചു വന്ന് പുനർജന്മം എടുത്ത് വീണ്ടും ജീവിച്ച് അവസാനം മോക്ഷത്തിലെത്തും.